നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരുരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. അത്തം നക്ഷത്രം കർമ്മഗുണസംബന്ധമായ ഫലങ്ങളാണ് പ്രധാനമായും ഈ മാസം അത്തം നക്ഷത്രക്കാർക്കുള്ളത്. ഏപ്രിൽ 15 ശേഷം വളരെയധികം ഭാഗ്യം കൈവരുന്നതായി കാണുന്നുണ്ട്. ഭാഗ്യക്കുറി, സമ്മാനങ്ങൾ തുടങ്ങി പല നേട്ടങ്ങളും നിങ്ങളെ തേടി വരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ആശയങ്ങൾക്കും വളരെയധികം സാധ്യതയുള്ള മാസമാണ്. എല്ലാ തടസ്സങ്ങളും പാടെ മാറുന്ന സാഹചര്യമാണുള്ളത്. ബാങ്ക് ലോൺ, മറ്റ് സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള തടസ്സങ്ങൾ മാറുന്നു. ദീർഘകാല നിക്ഷേപങ്ങൾക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും വേണ്ടി കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണുന്നുണ്ട്. തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ ശാശ്വതമായ പരിഹാരങ്ങളും സമ്പൂർണ്ണ വിജയവും കാണുന്ന മാസമാണ് ഈ ഏപ്രിൽ. കൂടുതൽ വിശാലമായ ചിന്താഗതിയും കാഴ്ചപ്പാടും കൈവരുന്നത് മൂലം തങ്ങളുടെ ജോലിയോ ബിസിനസ്സോ എന്തു തന്നെ ആയാലും അതിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും തന്മൂലം സാമ്പത്തിക രംഗത്ത് അനുസ്യൂതമായ പുരോഗതി കൈവരിക്കാനും ഉള്ള പ്രയത്നത്തിൽ ഏർപ്പെടുന്നു. വിവാഹ തടസ്സങ്ങൾ മാറുന്നു. പുതിയ ബന്ധങ്ങളിൽ സന്തോഷിക്കുന്നു. കൂടാതെ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാഹചര്യമുണ്ടാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. തങ്ങളുടെ കുടുംബ സ്വത്ത് വീതം വെച്ച് കിട്ടുന്നതായി മനസ്സിലാക്കുന്നു. മെച്ചപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടുകൾ വന്നു ചേരുന്നുണ്ട്.
ഓഹരി സംബന്ധമായ വ്യാപാരത്തിൽ ഏർപ്പെടാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കുന്നു. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.